ഹലോ ഫ്രണ്ട്സ്, കഥ തുടരുകയാണ്. ഉന്മാദം ഭാഗം 15. രചന ദിവ്യ GK. അവതരണം നിള. വെളുപ്പിനെ 4 മണിക്ക് തന്നെ ബീന ഉണർന്ന് പല്ല് തേച്ച് ബാത്റൂമിൽ പോയിട്ട് നേരെ അടുക്കളയിലേക്ക് കയറി. അടുക്കളയുടെ കോലം കണ്ടപ്പോൾ അവളുടെ കണ്ണൊന്ന് നിറഞ്ഞു തുളുമ്പി. ഇന്നലെ രാത്രി ഒരു പാത്രമില്ലാതെ കഴുകി വൃത്തിയാക്കിയിട്ട് പോയതാണ്. പിന്നെ എങ്ങനെയാണ് ഇത്രയും പാത്രങ്ങൾ ഇവിടെ കൂടിയത്? അത് ആലോചിച്ചുകൊണ്ട് തന്നെ ഒരു സൈഡിൽ നിന്ന് വൃത്തിയാക്കാൻ തുടങ്ങി. 20 പേരോളം ഉണ്ട് രാവിലെ ആഹാരം കഴിക്കാൻ. പക്ഷേ അടുക്കളയിൽ കയറാൻ ആരുമില്ല. എല്ലാവർക്കുമുള്ള പുട്ടും പുഴുങ്ങി കടലക്കറിയും വെച്ച്. അബിക്ക് പുട്ടിന്റെ കൂടെ കടലക്കറി ഇഷ്ടമല്ലാത്തത് കൊണ്ട് പയറ് പുഴുങ്ങി പപ്പടവും പൊരിച്ചു. അപ്പോഴേക്കും സമയം 5:30 കഴിഞ്ഞിരുന്നു. ചൂട് പോകാത്ത പാത്രത്തിലിട്ട് പുട്ട് അടച്ച് ഡൈനിങ് ടേബിളിന്റെ മുകളിൽ കൊണ്ടുവച്ചിട്ട് അബിയുടെ പുട്ടും പയറും മാത്രം മാറ്റിവെച്ചു. പിന്നെ മുറ്റത്തിറങ്ങി മുറ്റം മുഴുവൻ തൂത്തുവാരി കഴിഞ്ഞിട്ടും ആരും ഉറക്കമെഴുന്നേറ്റ് വരുന്നില്ല. കുറച്ചു സമയം വിശ്രമിക്കാമെന്ന് കരുതി തിണ്ണയിലിരുന്നപ്പോൾ വാപ്പ വന്ന് ചായ ചോദിച്ചു. വാപ്പയ്ക്കുള്ള ചായ പെട്ടെന്ന് തന്നെ ഇട്ടുകൊടുക്കാൻ വേണ്ടി ഒരു ചായക്ക് മാത്രം അവൾ വെള്ളം വെച്ചു. ചായ ഇട്ട് സിറ്റൗട്ടിലേക്ക് ചെന്നപ്പോൾ ഹസീനയുടെ ഉമ്മയും ഉമ്മിച്ച ഉമ്മയും അവിടെ ഇരിക്കുന്നത് കണ്ടപ്പോൾ അവളൊന്ന് പതറിപ്പോയി. വെളുപ്പാങ്കാലത്ത് തന്നെ ഉമ്മിച്ച ഉമ്മയുടെ വായിലിരിക്കുന്നത് കേൾക്കേണ്ടി വരുമെന്ന് ചിന്തിച്ചു കഴിയുന്നതിന് മുന്നേ തന്നെ അവരുടെ ചോദ്യം എത്തി. ഇജ്ജെന്താ ഒരു ചായ മാത്രം ഇട്ടുകൊണ്ടുവന്നത്? അത് വാപ്പായ്ക്ക് പെട്ടെന്ന് ചായ കൊടുക്കാൻ വേണ്ടി ഞാൻ ഒരു ചായയെ വെച്ചുള്ളൂ. ഉമ്മിച്ചാമ്മ ഉണർന്നത് ഞാൻ അറിഞ്ഞില്ലായിരുന്നു. അതെന്താ ബീനെ നീ അങ്ങനെ പറഞ്ഞത്? അവർക്ക് 2 പേർക്ക് മാത്രമേ നീ ചായ കൊടുക്കത്തുള്ളോ? ഞാൻ ഇവിടെ ഇരിക്കുന്നത് കണ്ടിട്ടും ഇങ്ങനെയൊക്കെ നിനക്ക് പറയാൻ എങ്ങനെ തോന്നി? ഹസീനയുടെ ഉമ്മയുടെ ചോദ്യം കേട്ടതും അവളുടെ പെരുവിരലിൽ നിന്ന് അരിച്ചു കയറി. മനഃപൂർവ്വം അവർ രാവിലെ വഴക്കുണ്ടാക്കാൻ ശ്രമിക്കുന്നതാണെന്ന് തോന്നിയത് കാരണം ദേഷ്യം അടക്കി പിടിച്ച് ബീന ചിരിയോടെ ചോദിച്ചു. ഞാൻ എങ്ങനെയൊക്കെ പറഞ്ഞെന്നാണ് മാമി പറയുന്നത്? ഇതുവരെ ആരും ഉണരാത്തത് കൊണ്ട് ഞാൻ ചായ ഇട്ടില്ല. ചായ ഇട്ട് ഫ്ലാസ്കിൽ വെക്കുന്നത് ഇവിടെ ആർക്കും ഇഷ്ടമല്ല. അതുകൊണ്ട് പതിയെ ഇടാമെന്ന് കരുതി അവിടെ ഇരുന്നപ്പോൾ വാപ്പ വന്ന് ചായ ചോദിച്ചു. നിങ്ങളിവിടെ ഉണർന്നിരിക്കുന്നത് ഞാൻ അറിഞ്ഞില്ല. എന്നോടെന്തെങ്കിലും ചൊരുക്ക് വെച്ച് ഇനി അതിന്റെ പേരിൽ നല്ലൊരു ദിവസമായിട്ട് രാവിലെ തന്നെ എന്റെ മൂഡ് കളയരുത്. അവസാനത്തെ വാക്കുകൾ പറഞ്ഞു നിർത്തുമ്പോൾ ബീനയിൽ അപേക്ഷയുടെ സ്വരവും ഉണ്ടായിരുന്നു. നീ ഇത്രയൊക്കെ സംസാരിക്കാൻ ഇവിടെ അതിന് എന്തോ ഉണ്ടായി? ഹസീനയുടെ ഉമ്മ മനഃപൂർവ്വം തർക്കിക്കാൻ തുടങ്ങി. വഴക്കിനുള്ള തുടക്കമാണെന്ന് മനസ്സിലായതും അബ്ദുള്ള താക്കീതുപോലെ പറഞ്ഞു. രാവിലെ ഇവിടെ ആവശ്യമില്ലാത്ത സംസാരങ്ങൾ വേണ്ട. കുറച്ചു സമയം കഴിയുമ്പോൾ അവൾ ചായയിട്ട് എല്ലാവർക്കും തരും. എനിക്ക് ചായ കുടിച്ചാൽ മാത്രമേ ബാത്റൂമിൽ പോകാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് എന്നെ കണ്ടപ്പോൾ ബീന എനിക്ക് മാത്രം പെട്ടെന്ന് ചായ കൊണ്ടുവന്നത്. ഇനി അതിന്റെ പേരിൽ ആരും അവളുടെ തോളിൽ കയറാൻ നിൽക്കണ്ട. ഉമ്മയും മാമിയും അബ്ദുള്ളയുടെ ഒറ്റ സംസാരത്തിൽ പൊങ്ങിവന്ന നാവിനെ കെട്ടിയിട്ടു. ബീന നന്ദിയോടെ അയാളെ ഒന്ന് നോക്കിയിട്ട് ചായ ഇടാനായി അടുക്കളയിലേക്ക് പോയി. ചായക്ക് വെള്ളം വെച്ചിട്ട് അവൾ ആലോചനയോടെ നിന്നു. ഒരാൾക്ക് മധുരം കുറഞ്ഞ ചായ വേണം, ഒരാൾക്ക് കടുപ്പം കുറഞ്ഞ ചായ വേണം, ഒരാൾക്ക് മധുരം കൂടിയ ചായ വേണം, ഒരാൾക്ക് കടുപ്പം കൂടിയ ചായ വേണം, മീഡിയം പരുവത്തിലെ ചായ വേണം. ചായയുടെ പല വിധങ്ങൾ ആലോചിച്ചപ്പോൾ തലയിൽ കൂടി കിളി പറന്നു. മാസത്തിലൊരിക്കലെങ്കിലും ഇങ്ങനെ ഒരു പണി കിട്ടുന്നത് കൊണ്ട് എല്ലാവർക്കും ഓരോ രീതിയിലുള്ള ചായയിട്ട് ഓരോ കപ്പുകളിൽ ആക്കി വെച്ചു. ഇനി ഓരോരുത്തരായി എഴുന്നേറ്റ് വരുമ്പോൾ ചൂടാക്കി കൊടുത്താൽ മതിയല്ലോ. ചായയും കൊണ്ട് സിറ്റൗട്ടിലേക്ക് ചെന്നപ്പോൾ ഉമ്മിച്ച ഉമ്മയുടെയും മാമയുടെയും സംസാരം കേട്ട് ബീന സംശയത്തോടെ അവരുടെ അരികിലേക്ക് നടന്നു. 2 നിക്കാഹ് കഴിക്കുന്നത് അത്ര പുത്തരിയൊന്നുമല്ലല്ലോ. ചിലവിന് കൊടുത്ത് നോക്കാൻ കഴിവുണ്ടെങ്കിൽ എത്ര വേണമെങ്കിലും നിക്കാഹ് കഴിക്കാമെന്ന് പണ്ട് തൊട്ടേ നമ്മുടെതിൽ നിയമമുണ്ട്. അവനിഷ്ടമുണ്ടെങ്കിൽ അവളുടെ സമ്മതത്തിന്റെ ഒന്നും ആവശ്യമില്ല, നമുക്കത് നടത്താം. ബീനയെ കണ്ടതും നെട്ടൽ മറച്ചു പിടിച്ച് അവർ സംസാരിക്കുന്നത് നിർത്തി ചായ വാങ്ങി മുറ്റത്തേക്ക് നോക്കിയിരുന്നു ഊതി കുടിച്ചു. 2 പേരെയും സൂക്ഷ്മമായി നോക്കിയിട്ട് എന്തൊക്കെയോ സംശയങ്ങളുമായി അവൾ മുറിയിലേക്ക് നടന്നു. ബെഡ്റൂമിൽ ചെന്നപ്പോൾ കട്ടിലിലിരുന്ന് താഴെ കിടക്കുന്ന അബിയുമായി സംസാരിക്കുന്ന ഹസീനയെ കണ്ട് ബീനയ്ക്ക് വിറഞ്ഞു കയറി. പുറത്തുനിന്ന് കേട്ടതിന്റെ ഹാങ് ഓവർ തീരുന്നതിന് മുന്നെയാണ് അകത്തെ ഈ നാടകം കാണേണ്ടി വന്നത്. ഉടുപ്പിടാതെ കിടക്കുന്ന അബിയുടെ ശരീരത്തെ ഹസീനയുടെ കണ്ണുകൾ കൊത്തി വലിക്കുന്നത് പോലെ ബീനയ്ക്ക് തോന്നി.
ബീനയെ കണ്ടതും അബിയുടെ കണ്ണിൽ തെളിഞ്ഞ ആശ്വാസത്തിലേക്ക് സംശയത്തോടെ നോക്കിയപ്പോഴാണ് അവൾക്ക് കാര്യം മനസ്സിലായത്. ഇന്നലെ രാത്രി മുണ്ടുടുക്കാതെ ബെഡ്ഷീറ്റ് ചൂടിയാണ് കിടന്നത്. അവിടെ നിന്ന് എണീക്കണമെങ്കിൽ ഉടുക്കാൻ മുണ്ടെടുത്തു കൊടുക്കണം. രണ്ടുപേരുടെ മുഖത്തെ ഭാവങ്ങൾ മാറിയും തിരിഞ്ഞും നോക്കുന്ന ഹസീനയോട് ബീന പറഞ്ഞു. ഹസീനെ, ഞാൻ പറയുന്നത് കൊണ്ട് ഒന്നും വിചാരിക്കരുത്. ഇത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. വെളുപ്പാൻ കാലത്തെ ഈ മുറിയിൽ കയറിയത് ഒട്ടും ശരിയായില്ല. മുഖത്തടി കിട്ടിയതുപോലെ ഹസീനയുടെ മുഖം വിളറിയെങ്കിലും അവൾ വീറോടെ പറഞ്ഞു. പണ്ടും ഞാൻ അബീക്കയുടെ മുറിയിൽ ഏതു സമയത്തും കേറുമായിരുന്നു. എന്റെ അബീക്കാക്കില്ലാത്ത എന്ത് പ്രശ്നമാണ് നിനക്കുള്ളത്? ഹസീനയുടെ സംസാരം കേട്ടപ്പോൾ പല്ല് ഞെരിച്ചുകൊണ്ട് ബീന ചോദിച്ചു. നിന്റെ അബീക്കാക്ക് പ്രശ്നമില്ലെന്ന് ആരാണ് പറഞ്ഞത്? ബാത്റൂമിൽ പോകാൻ മുട്ടിയിട്ട് നീ ഇവിടെ ഇരിക്കുന്നത് കാരണം ഇവിടെ തന്നെ ശ്വാസം പിടിച്ചു കിടക്കുന്ന ഇക്കയ്ക്കൊരു ബുദ്ധിമുട്ടുമില്ല. ബീന പറഞ്ഞത് ശരിയാണോ എന്നർത്ഥത്തിൽ ഹസീന അബിയെ നോക്കിയതും ബീന പിന്നെയും പറഞ്ഞു. മുണ്ടുടുക്കാതെ നിന്റെ മുന്നിൽ കൂടി ബാത്റൂമിൽ പോകാൻ പറ്റില്ലല്ലോ, പറ്റുമോ? മിഴിച്ചു നോക്കുന്ന ഹസീനയുടെ കണ്ണുകളെ അവഗണിച്ചു ബീന ബാക്കി പറയാൻ തുടങ്ങി. അതാണ് പറഞ്ഞത്, നീ പണ്ട് വന്ന് കയറിയതുപോലെ അല്ലിപ്പോൾ. ഞങ്ങൾ കുടുംബമായി താമസിക്കുന്നതാണ്. ഞങ്ങളുടെ ബെഡ്റൂമിൽ ഞങ്ങൾക്ക് പ്രൈവസി വേണം. ഉമ്മിച്ച ഉമ്മയുടെ ബർത്ത്ഡേ ആയിട്ട് ഒരു വഴക്കിന് എനിക്ക് വയ്യ. അതാണ് ഞാൻ ഇത്രയും കാര്യമായി നിന്നോട് പറഞ്ഞത്. ഇനിയും ഇവിടെ കുളയട്ടെ കണക്ക് പിടിച്ചിരിക്കാതെ ഒന്ന് ഇറങ്ങിത്തരാമോ? ഹസീന അബിയെ നോക്കിയപ്പോൾ അവൻ തലകുനിച്ചിരിക്കുന്നത് കണ്ട് ദേഷ്യം കടിച്ചമർത്തി ഹസീന പുറത്തേക്കിറങ്ങിയപ്പോൾ മനസ്സിൽ ചിന്തിച്ചു. ഇതെല്ലാം നീ മാറ്റിപ്പറയുന്ന ഒരു കാലം വരും. ഞാൻ 12 വയസ്സ് മുതൽ അബീക്കയെ സ്നേഹിക്കാൻ തുടങ്ങിയതാണ്. നീ ഇടയിൽ കയറിയില്ലായിരുന്നെങ്കിൽ ഞങ്ങളുടെ നിക്കാഹ് നടന്നേനെ. വർഷം ഇത്രയും കഴിഞ്ഞിട്ടും എന്റെ മനസ്സിലെ സ്നേഹം അതുപോലെ തന്നെ അവിടെ നിൽപ്പുണ്ട്. എന്നെ നിക്കാഹ് ചെയ്തവനെ പോലും എനിക്ക് ഒരിക്കലും സ്നേഹിക്കാൻ കഴിഞ്ഞിട്ടില്ല. ജീവിതമാകുന്ന നാടകത്തിൽ അരങ്ങ് തീർത്ത് വാണപ്പോൾ മച്ചി എന്ന പേരിനൊപ്പം ആ നാടകത്തിന് തിരശീലയും വീണു. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം അബീക്കയെ ഞാൻ എന്റെ സ്വന്തമാക്കി മാറ്റും. ഹസീന ഇറങ്ങിയതും കതക് കുറ്റിയിട്ടിട്ട് ബീന ചോദിച്ചു. ഇക്കയുടെ വായിൽ പഴം ഇരിക്കുന്നു. അവൾ വന്നു കയറിയപ്പോൾ തന്നെ ഇക്ക പറഞ്ഞിരുന്നെങ്കിൽ എനിക്കിപ്പോൾ ഇങ്ങനെ സംസാരിക്കേണ്ടി വരുമായിരുന്നോ? അരിശത്തോടെ ചോദിക്കുന്ന ബീനയെ നോക്കി അബി നിസ്സഹായതയോടെ പറഞ്ഞു. എനിക്ക് ആരുടെയും മുഖത്തടിച്ചത് കണക്ക് സംസാരിച്ച ശീലമില്ലെന്ന് നിനക്കറിയാമല്ലോ. ഞാൻ എല്ലാവരുടെയും വെറുപ്പ് സമ്പാദിച്ചോട്ടെ എന്നാണോ അബീക്ക ചിന്തിക്കുന്നത്? നമ്മുടെ നല്ല കുടുംബജീവിതത്തിന് വേണ്ടി ഞാൻ ഒരുപാട് അഡ്ജസ്റ്റ്മെന്റുകൾ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് തന്നെ അറിയാം. എന്റെ വ്യക്തിത്വം പോലും കളഞ്ഞു കുളിച്ച് ഞാൻ ജീവിക്കുന്നത് എന്റെ കുടുംബത്തിനെ ഞാൻ അത്രയേറെ സ്നേഹിക്കുന്നത് കൊണ്ടാണ്. ആ സ്നേഹവും പരിഗണനയും തിരിച്ചു കിട്ടിയില്ലെങ്കിൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമെന്ന് എനിക്ക് തന്നെ പറയാൻ കഴിയില്ല. പിന്നെ കുറച്ചു മുൻപേ ഞാൻ ഉമ്മിച്ച ഉമ്മയുടെയും മാമിയുടെയും സംസാരം കേൾക്കാനിടയായി. അതിൽ നിന്നും എനിക്ക് മനസ്സിലായത് ഹസീനയെ നിങ്ങളെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കാനുള്ള പ്ലാൻ അവർക്കുണ്ടെന്നാണ്. ചിലവിന് കൊടുക്കാൻ കഴിവുണ്ടെങ്കിൽ രണ്ടു കെട്ടുന്നതിൽ കുഴപ്പമില്ലെന്നാണ് അവരുടെ വാദം. എന്റെ ഉമ്മ എങ്ങനെ പറഞ്ഞോ? പല്ലിനെരിച്ച് ദേഷ്യത്തോടെ അബി ചോദിച്ചു. അബീക്കയുടെ ഉമ്മയല്ല, ഹസീനയുടെ ഉമ്മയാണ് പറഞ്ഞത്. അവർ സംസാരിക്കുന്നത് നീ വ്യക്തമായി കേട്ടിരുന്നോ? ഞാൻ വ്യക്തമായി കേട്ടില്ല, എന്റെ ഊഹം മാത്രം പറഞ്ഞതാണ്. ഹസീനയുടെ നിങ്ങളെ ചുറ്റിയുള്ള നിൽപ്പും അതിന് ഇവിടെയുള്ളവർ വളം വെച്ച് കൊടുക്കുന്നതും കാണുമ്പോൾ എനിക്ക് മാറി ചിന്തിക്കാനും തോന്നുന്നില്ല. അവർ മൊഴി ചൊല്ലി നിൽക്കുന്നെന്ന് കരുതി നീ ആവശ്യമില്ലാത്തതൊന്നും ചിന്തിച്ചു കൂട്ടേണ്ട. ഇവിടെയുള്ളവർ ആരും അങ്ങനെയൊന്നും പറയുകയുമില്ല. ഒന്നിൽ കൂടുതൽ കല്യാണം കഴിക്കാൻ ഇത് പണ്ടത്തെ കാലമല്ല. അതിനേക്കാൾ ഉപരി എനിക്ക് നിന്നെ അല്ലാതെ മറ്റാരെയും അങ്ങനെ കാണാൻ കഴിയില്ല. അങ്ങനെ മറ്റൊരാളെ സ്നേഹിക്കാൻ കഴിയുമായിരുന്നെങ്കിൽ എനിക്ക് അന്ന് നിന്നെ നിക്കാഹ് കഴിക്കാതെ അവളെ നിക്കാഹ് കഴിക്കാമായിരുന്നല്ലോ. നല്ലൊരു ദിവസമായിട്ട് നീ വെറുതെ ഇടങ്ങേറുണ്ടാക്കാതെ സമാധാനമായി നിൽക്കാൻ നോക്ക്. അതും പറഞ്ഞ് കൈലിയുടുത്ത് തിരികെ അവളുടെ അടുത്ത് വന്ന് തോളിൽ കൈയിട്ട് ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു. ഇന്ന് നിന്റെ വീട്ടുകാർ വരുന്നതാണ്. സങ്കടഭാവത്തിലൊന്നും നിന്ന് കളയരുത്. സന്തോഷത്തോടെ നിൽക്കണം. സങ്കടം വന്നാലും ചിരിച്ചുകൊണ്ട് നിൽക്കാൻ ഞാനെന്താ റോബോട്ടാണോ? ചുണ്ടുകൊട്ടി പറയുന്ന ബീനയെ നോക്കി അബി ചോദിച്ചു. എന്തു പറഞ്ഞാലും തർക്കുത്തരം പറച്ചിലാണ്. ഞാൻ ഇനിയും അങ്ങനെ പറയുള്ളൂ. അബിക്ക് എന്നെ എന്തു ചെയ്യും? അതും പറഞ്ഞ് അടുത്തോട്ട് ചേർന്ന് വരുന്നവളെ നോക്കി അവൻ പറഞ്ഞു. വെളുപ്പിനെ മനുഷ്യന്റെ കൺട്രോൾ കളയാതടി പുല്ലേ. നിന്നെ കണ്ടിട്ട് തന്നെ മനുഷ്യന് രാവിലെ എന്തൊക്കെയോ തോന്നുന്നു. സംസാരത്തിനിടയിൽ പുറത്തെ അലർച്ച കേട്ട് അബിയും ബീനയും ഞെട്ടി അകന്നുമാറി പുറത്തേക്ക് ഓടി. അടുത്ത ഭാഗത്തിനായി കാത്തിരിക്കൂ. കഥ ഇനിയും തുടരും.